അപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. ഞങ്ങൾ കരുതിയത് മല ഇടിഞ്ഞതായിട്ട് പേടിച്ചിട്ടോ, കുഞ്ഞു മക്കളല്ലേ വിറക്കുക, ഒരു അത്യാവശ്യം സ്പീഡിൽ വന്നിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞാൻ വീഡിയോ എടുക്കണത്. കാരണം ഇവിടെ റോഡിൽ നല്ല വണ്ടി പോകുന്നുണ്ടെന്ന്, വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ അതിന്റെ ഇപ്പോൾ നമസ്കാര സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്നലെ തൊട്ടേക്ക് 137 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയമായപ്പോത്തിന് 220 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ എഴഞ്ഞെഴുഞ്ഞെഴുഞ്ഞെഴുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് കയറിയത് സന്തോഷമാണ്. സത്യം പറഞ്ഞാല് ഇന്ന് ക്ലീനിങ് വീഡിയോ എടുക്കണം എന്നിട്ട് എത്തിയത്. എനിക്ക് ചാനൽ ഇങ്ങനെ 2-3 കമന്റ്സ് വന്നിരുന്നു ക്ലീനിങ് വീഡിയോ ഇടുമെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കരുതിയിരുന്ന നാളെ ക്ലീനിങ് വീഡിയോ എടുക്കാന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു. പക്ഷെ ഇന്നലേക്ക് പല്ലിന് ഇതുണ്ട്, ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അത് ടൈറ്റ് ആക്കാൻ പോകേണ്ട ദിവസം ചെയ്യുന്നു. അപ്പൊ അത് ടൈറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പല്ലുവേദനയാണ് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യുന്നു, ശരിക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ ഒന്ന് നല്ല സുന്ദരിയൊക്കെ ആയി വന്നാലേ, നമുക്ക് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നാല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്വയം ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതി കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല വന്നതാണ് കേട്ടോ. അപ്പൊ എന്നാലും പല്ലുവേദന അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. പക്ഷെ ഇന്ന് ക്ലീനിങ് വീഡിയോ എടുക്കണില്ല കേട്ടോ. ഇന്ന് ചെറിയതായിട്ട് സിമ്പിളായിട്ട് വല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാന്ന് കരുതി രാവിലെ ഇങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കി. അതേപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ട് ഞാൻ അതിന്റെ ഫോട്ടോ കൊടുക്കാം. രാവിലെ ഞങ്ങള് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. ഞങ്ങൾ കരുതിയത് മല ഇടിഞ്ഞു വീഴാൻ, നല്ല മഴയല്ലായിരുന്നു. അപ്പൊ മല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ് കരുതിയാണ്ട് ഓടിച്ചത്. വീടിന്റെ കുറച്ചൊരു 2 വീട് അപ്പുറത്തിട്ട്, ഞങ്ങൾ കുടുംബക്ഷേത്രം ഉണ്ട് 2 വീട് അപ്പുറം. ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ഓടി ചെന്ന് പോയി നോക്കുമ്പോൾ ഒരു ഷെഡ് ഉണ്ട്. ഇവിടുത്തെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ, അതായത് മാമന്റെ മോന്റെ ഒരു നമ്മൾ ഈ കട്ടില് ജനൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കണ പണിയാണ് മൂപ്പർക്ക്. അപ്പൊ ആ ഒരു ഷെഡിലേക്ക് ഒരു സ്കൂൾ വാന്, ഇവിടെ കീശ്ശേരി സ്കൂളത്തെ വാന് ഇടിച്ചങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. മൊത്തം ആ വാൻ ആ ഒരു ഷെഡിന്റെ ഉള്ളിലാണ്. നമ്മളൊക്കെ കണ്ടപ്പോ ആ ഒരു കാഴ്ച കണ്ടപ്പോ തന്നെ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടോ. കാരണം മക്കളെ സ്കൂൾ വണ്ടിയല്ലേ, അപ്പോൾ എത്ര കുട്ടികളുണ്ടാകുന്ന എഴുതിയിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് പോയപ്പോത്തിന് കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളല്ലേ, വിറക്കുക. ഒരു 3-3.5 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടിട്ട് തന്നെ ശരിക്കും സങ്കടമായി. കാരണം നമ്മളെ മക്കളും ഇതേമാതിരി നമ്മൾ ഒരുക്കി പറഞ്ഞയക്കണല്ലേ, രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണതല്ലേ. ഭാഗ്യത്തിന് കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറിയ ഒന്ന് തോലറിയാ, ഒരാൾക്ക് കാലിന് ഒന്ന് മുഴച്ചിട്ടുണ്ട്, അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മക്കളൊക്കെ പേടിച്ചു പോയി. ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ടാട്ടോ, ഒന്നും ഒരു കുഴപ്പവും പറ്റില്ല. ആ ഷെഡ് മൊത്തത്തിൽ പോയിട്ടോ. ഏതായാലും കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഭാഗ്യത്തില് ഞങ്ങളിങ്ങനെ സമാധാനിച്ച് പാരന്റ്സിനൊക്കെ വിളിച്ച്, ഡ്രൈവർക്ക് തലയോടെ ഇങ്ങനെ പൊട്ടിയിട്ട് ചോര അങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. എന്താ പറ്റിയതെന്ന് അറിയില്ല. മൂപ്പർക്ക് അവിടെ കുറച്ചൊരു വളവാണ്, ചവിട്ടിയിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ്. പക്ഷെ അത്യാവശ്യം സ്പീഡിൽ വന്നിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെയും പോയിട്ട് ഇടിച്ചത്. ഞാൻ ഫോട്ടോ കൊടുക്കട്ടോ, വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിപ്പിൽ അങ്ങോട്ട് ഓടിപ്പോയതായിരുന്നു. ആദ്യകൂട്ടനൊക്കെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടി. സൗണ്ട് കേട്ടപ്പോഴേ മല ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് അവിടെ ഓടിപ്പോയി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ പിന്നെ അങ്ങോട്ട് ഓടിയാണ് പോയേക്കുക ചെയ്തത്. ഫോണൊന്നും കയ്യിലിരുന്നില്ല. പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്താണ്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഏതായാലും കുട്ടികളൊക്കെ പാരന്റ്സിനൊക്കെ കൊണ്ടുപോയി ഡോക്ടറൊക്കെ കാണിച്ചാർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് സമാധാനം. അതുപോലെ നമുക്ക് നമ്മളെ മക്കളെ നമ്മൾ ഒരുക്കി പറഞ്ഞയക്കേണ്ടതാണ്. ഈശ്വരൻ കാക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ അപ്പോൾ ഉണ്ടാവും. എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് മക്കളെ ഒരുക്കി പറഞ്ഞയക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാലും നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ ഇങ്ങനെ കുക്കിങ്ങിലേക്ക് കിടക്കാം. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു മത്തന്റെ മരടുണ്ട്, മത്തന്റെ വള്ളി ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇല പറിച്ചിട്ട് താളിക്കാം. അപ്പൊ ഞാൻ മീനുണ്ട്, അപ്പൊ ഇനിയിപ്പോൾ അത് കറി വെക്കാനൊന്നും പറ്റില്ല. അയിലച്ചമ്പോ എന്ന് പറയും ഇവിടെ. അപ്പൊ അതെടുത്തിട്ട് കറി വെക്കാൻ കരുതി. ഇന്ന് അങ്ങനെ ഒരു സിമ്പിൾ ആക്കാൻ കരുതി. ഒരു മൂടും ഇല്ല സത്യത്തില്, കുക്ക് ചെയ്യാനും ഒന്നിനും ഒരു മൂടില്ല. പിന്നെ കഴിക്കണമല്ലോ വല്ലതും, അതുകൊണ്ട് കുക്ക് ചെയ്യരുത് അങ്ങനെ. അപ്പൊ നമുക്ക് പോയി മത്തൻ്റെ ഇല പറിച്ചിട്ട്. അപ്പോൾ ഞാൻ മത്തൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോയിട്ട് കേട്ടോ. വല്ലാണ്ടൊന്നുമില്ല, ചെറിയൊരു മുരടാണിത്. മുറ്റത്തുള്ളതാണ്. ഞാൻ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തതാണ്. ഗേറ്റ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിട്ടിയതായി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്താണ്ട് ഒക്കെ പറിച്ചെടുത്ത് പോകുന്നതാണ്. കുറച്ച് മൂത്തിട്ടൊക്കെ ഉണ്ട് ഇല, പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എടുത്ത് പോന്നു.
ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകണം, അത്യാവശ്യം നന്നാക്കി കഴുകിയെങ്കിലേ ഇതിൻ്റെ മണ്ണൊക്കെ പോവുള്ളൂ. മഴക്കാലല്ലേ, എങ്ങനെയായാലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വരാം. ഇലയിലെ മണ്ണൊക്കെ ഒന്ന് പുതിരട്ടെ എന്ന് കരുതിയാണ്ട് ഞാനത് കുറച്ച് വെള്ളം പാർന്നവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പല്ല് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പല്ല് വേദനിച്ച് അതിൻ്റെ ഊക്കിൽ തലയും കൂടെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഗ്ലാസ് ചായക്ക് ഇതിലൊരു ക്ഷമം കിട്ടുമെന്ന് കരുതിയിട്ട്, ഒരു ശമനം കിട്ടും കരുതിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യക്കൂട്ടനെ ആട്ടി കൊടുത്തിട്ടാണ് കേട്ടോ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പര സൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കേൾക്കും. ടോട്ടൽ 10 മാസമാണ് കേട്ടോ എന്നോട് ബ്രേസസ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു 7-8 മാസമൊക്കെ ആയി. ഇപ്പോൾ കുറച്ച് മാസം കൂടി ഉള്ളല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബ്രേസസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാലോ ആരൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, നമ്മളൊക്കെ ഒരു ടീമാണെന്ന് പറയാലോ. അങ്ങനെ വർത്താനം പറഞ്ഞത് ആ മത്തൻ്റെല്ലാം ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം മണ്ണുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പിച്ചി ഇടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കാനുള്ള ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ കുറച്ച് കവറിലുള്ളതൊക്കെ വടിച്ച് അതിൽ പാരിട്ടത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാവുമല്ലേ. മത്തൻ്റെ ഇല ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ ഏട്ടനെ ആലോചിക്കുക. ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മത്തൻ്റെ ഇല താളിപ്പ്. മത്തൻ്റെ ഇല താളിപ്പ് നല്ല, ഇപ്പോൾ മുരിങ്ങ താളിപ്പ്, ചീര താളിപ്പ്, മൂപ്പര് ഇവിടെ ഉണ്ടാകുമ്പോൾ ഏറെ കുറേക്ക് താളിപ്പ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ അത്ര വലിയ നിർബന്ധങ്ങളില്ലാത്ത കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് വേഗം പാത്രം കൂടിയും കഴുകിയിട്ട് വരട്ടോ. മഴ ഇതാ പിന്നെ മൂടി വരുന്നുണ്ട്. സമയം ഏകദേശം 12:30 കഴിഞ്ഞു. പാത്രം കഴുകി കഴിയുമ്പോഴത്തിന് ഇത് തിളയ്ക്കും. കഞ്ഞിവെള്ളം അടുപ്പത്ത് വെച്ചത് തിളയ്ക്കും. അപ്പോൾ ഇതിന് വേഗം ഞാൻ പാത്രം കഴുകട്ടെ. ഇതിൽ പച്ചമുളകല്ല കാന്താരി മുളക് ഉണ്ടായിരുന്നു. അതിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ താളിപ്പിൽ കാന്താരി മുളക് ഇട്ടാൽ. പക്ഷേ ഇവിടെ കാന്താരി മുളക് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ പച്ചമുളക് ഇട്ടാലും മക്കൾ കഴിക്കൂല. ഇത് ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഈ താളിപ്പ്. അപ്പം ഞാൻ മുളക് ഇട്ടാണ്ടെങ്കിൽ പോലും കഴിക്കാതൊക്കെ ഉണ്ടല്ലോ വേണ്ടിയിട്ട് അത് ഇടുന്നു. ഈ ഒരു മീൻ ആരൊക്കെ വാങ്ങലുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാനത് അധികമൊന്നും വാങ്ങല്ല, എപ്പോഴെങ്കിലും വാങ്ങലുള്ളൂ. പക്ഷെ പണ്ടൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും വാങ്ങിയ മീനാണ് കേട്ടത്. ഏത് മീനാണെന്നുണ്ടെങ്കിലും നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ ജ്യൂസി ആയിട്ട് എന്നാൽ വെന്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ട് വരുന്ന ടൈപ്പ് മീനൊന്നും എനിക്കിഷ്ടമല്ല. പണ്ട് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ നല്ല കഷ്ണം മീൻ എന്തോ വാങ്ങിയിട്ട് അത് ഹോട്ടലിൽ നിന്നൊക്കെ ജ്യൂസി ആയിട്ടാവുമല്ലോ ഒരു ഫ്രൈ ചെയ്ത് തരിക. ഇത് വെന്തിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തൊരു ചരിത്രം കൂടിയുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനത് സ്ലോ കുക്കാണ് കേട്ടോ ചെയ്യണത്. തീ കൂട്ടിയിട്ടിട്ട് പൊരിക്കണില്ല. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് സാവധാനം പൊരിച്ചെടുക്കാട്ടോ ചെയ്യണത്. പിന്നെ ഇവിടെ ചെറിയുള്ളി ഇല്ല, അപ്പോൾ ഞാൻ വലിയുള്ളി ഇട്ടിട്ടാണ് കറി വറവിടുന്നത്. മത്തൻ്റെ ഇല വറവിടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ വലിയുള്ളി ആട്ടെടുക്കണത്. ഇവിടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് വലിയുള്ളി എടുത്താൽ അത് മധുരിക്കും, ചെറുള്ളി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയുള്ളി ഇട്ടിട്ട് വറവിടുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു നമ്മൾ സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ ഇത് പിടിക്കണേ, അതിവിടെ നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി കരിയാനായപ്പോൾ വേഗം കൈക്കൽ തുണി എടുത്താണ്ട് ഇത് കറിക്ക് ഒഴിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞ് പോയോ ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോവും. അപ്പോൾ പിന്നെ കിട്ടിയ തുണി എടുത്താണ്ട് വറവിട്ടു. മീനും ഇതാ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് ഏകദേശം ആയപ്പോൾ ഞാനത് ഓഫാക്കി വെച്ചാണ്ട് ഹാളിക്കൊന്ന് പോയി നോക്കിയതാണ്. മക്കൾ ഓല കൊണ്ട് കഴിയണ പരമാവധി ഇവിടെ കാട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി കളി ഉള്ള വണ്ടി മുഴുവൻ ഉണ്ട്. സോഫേൻ്റെ വീരിയൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. ഓല കൊണ്ട് കഴിയണതൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുക. ഇപ്പോൾ ഇവർ തറവാട്ടിക്ക് ഇറങ്ങി പോയതാണ് കളിക്കാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ പഴയതുപോലെ തന്നെ ആക്കും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. 2 ദിവസമായിട്ട് നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് ചുമരുമ്മ കൂടെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് അവിടെ ആകെ വെള്ളക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ 2 ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടുവന്ന് ഇട്ട് നോക്കി. പക്ഷേ അതൊന്നും നിൽക്കണില്ല. അപ്പോൾ ഞാൻ വേഗം ടേബിളൊന്നും ഇങ്ങോട്ട് നടുവിൽ തന്നെ വലിച്ചിടുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ടേബിളിൽ കൂടെ വെള്ളം ഇറങ്ങി ആ കളറ് ഇറങ്ങിയിട്ട് മരത്തിൻ്റെ പെയിൻറ്റ് ഉണ്ടാവുമല്ലോ, നിലം ആകെ കറ പിടിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് വലിച്ച് നീക്കിയിട്ടിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ടേബിൾ നീക്കിയപ്പോൾ എൻ്റെ കാലിന് ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടോ. അപ്പോൾ അതാണ് ഞാനൊന്ന് ഇങ്ങനെ നോക്കിയത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, മരത്തിൻ്റെ ആ ടേബിളിൻ്റെ കാലിൻ്റെ കറ നന്നായിട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറൊക്കെ കണ്ടില്ലേ പുതിർന്ന മക്കളെ പണി കേട്ടോ. സ്റ്റാപ്ലറിൻ്റെ പിന്നെ മുഴുവൻ ഊരിയെടുത്ത്. അപ്പോൾ ഞാനത് മര്യാദയ്ക്കാക്കി തന്നെ വെച്ചോളി പറഞ്ഞപ്പോൾ ഇതാ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നെ അതൊക്കെ വൃത്തിയാക്കി വെക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്തേക്കട്ടെ.
അങ്ങനെ ഒരുവിധം അതൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടിച്ചു വരികയാണ്. തുടയ്ക്കണില്ല, രാവിലെ ഒന്ന് തുടച്ചതാണ്. ഇതിപ്പോൾ ഒരു വട്ടം അടിച്ചു വരി, 2 വട്ടം അടിച്ചു വരി, ഇനിയിപ്പോൾ എത്ര വട്ടം അടിച്ചു വരേണ്ടതെന്ന് അറിയില്ല. ഒരു വട്ടം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇതാ അതിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്നും കാണിക്കണതല്ലായിരുന്നു, നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നിട്ട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. മീൻ പൊരിച്ച ചട്ടിയിൽ കുറച്ച് ചോറും ഇട്ട് രാവിലത്തെ കടലക്കറിയും മത്തൻ്റെ താളിപ്പും മീൻ പൊരിച്ചതും കൂട്ടി ഇനി ഞാനൊന്ന് ചോറിനട്ടെ. പുറത്ത് ഇതാ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും കുക്കിങ്ങും ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞോ? ഇന്നെന്താ ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ഓക്കെ, ബായ്. ആയി പറഞ്ഞതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടത്. നല്ല കറിയൊക്കെ ഉണ്ടാക്കി, മീൻ പൊരിച്ചതും മത്തൻ്റെ താളിപ്പും ഇഷ്ടപ്പെട്ട കറിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പല്ല് വേദനിച്ചിട്ട് ചവയ്ക്കാൻ കഴിയണ്ടേ. മെല്ലെ 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 സമയം എടുത്ത് തിന്നെ പഞ്ഞു. അവസ്ഥയാണ് അവസ്ഥ. അപ്പൊ ഓക്കെ, അപ്പൊ ശരിക്കും ബൈ ട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ബൈ.